ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് മല്ലൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എനിക്ക് ചേച്ചിക്ക് ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും റൂമിൽ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പുറത്തേക്ക് പോയി. ഇന്ന് ഷോപ്പിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഷോപ്പിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള അൽവഫ എന്ന് പറയുന്ന മാളിലാണ് പോയത്. അവിടെ തന്നെ അടുത്ത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ലുലു മാളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കംഫർട്ടബിളും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ അത്യാവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് ക്ലിപ്സും അതുപോലെ തന്നെ ഡൂങ്കാസും ഒക്കെ സംതിങ് ഒക്കെ വാങ്ങിച്ചിരുന്നു. ഇതെന്ന് പറയുന്ന മാലയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മൾ കൊന്ത ചൊല്ലത്തില്ല, അതേപോലെ തന്നെ ഇവിടുത്തെ ഇവർ പ്രാർത്ഥിക്കുന്ന മാലകളാണത്. അതിൻ്റെ ഓരോ മണികളും വെച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ സെക്ഷനാണ്. നമ്മൾ ബാഗൊന്നും നോക്കിയില്ല, എന്നാലും നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ റിയാദിൻ്റെ സൈഡിലുള്ള ഈ റിയാദിൽ താമസിക്കുന്നവരൊക്കെ അത്യാവശ്യം നല്ല ഓഫർ നോക്കി പോവുകയാണെങ്കിൽ അൽഫഫ എന്ന് പറയുന്ന ഈ ഒരു മാള് വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു, മാലകളിലൊക്കെ തൊട്ട് നോക്കി കുറച്ച് റീൽസൊക്കെ എടുത്തു. നല്ല മാലകളൊക്കെയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ നമ്മൾ സ്ട്രെസ്ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഡ്യൂട്ടി ടൈമിൽ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഷോപ്പുകളൊക്കെ പോയാൽ കുറച്ച് മൈൻഡ് റിലാക്സിങ് കിട്ടും. പിന്നെ ചേച്ചി അവിടെ നിന്ന് നെയിൽ പോളിഷൊക്കെ അടിച്ചു നോക്കി, പകുതിയും തീർത്ത് കേട്ടോ നെയിൽ പോളിഷ് എടുത്തെടുത്ത്. പുള്ളിക്കാരി എന്തൊക്കെ. പിന്നെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കേട്ടോ, നല്ലൊരു ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിരുന്നു. 5 റിയാലേ ഉള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ലൂസല്ല ഒരു നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൂക്കി ഡയറി വാങ്ങിച്ചു. നല്ല ഡയറീസൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബൊമ്മാസൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ എനിക്കിതിനകത്തുനിന്ന് 2 ബുക്ക് പോലത്തുള്ളൊരു പൂക്കി പോലുള്ളൊരു ബുക്ക് ഞാൻ വാങ്ങിച്ചു. ഇതാണത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ. അകത്ത് നല്ല അത്യാവശ്യം നമുക്ക് ഡയറിയൊക്കെ എഴുതുന്നവരാണെങ്കിൽ നമുക്കത് എഴുതാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് മറ്റേ തണ്ണിമത്തൻ്റെ ആ ഒരു ഷെയ്ഡ് പോലുള്ള ഒരു ലുക്ക് വൈസ് അതുപോലെ തോന്നും. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിലോട്ട് വന്നു. ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാവക്കുട്ടികളാണ് ഫുള്ള്. നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ആരും ഒന്നും നമ്മളൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ. ഇതിനകത്തുനിന്ന് ഞാൻ ഒരു ചെറിയൊരു ബൊമ്മ എടുത്തിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് അഥവാ സെക്ഷനിലോട്ടാണ് വന്നത്. ഈ ഒരു ചോക്ലേറ്റ് ഞാൻ എടുത്തു. നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ, അത്യാവശ്യം നല്ല രുചിയാണ്. നമുക്ക് നാട്ടിലോട്ട് കൊറിയർ വിടേണ്ട അവർക്കാണെങ്കിൽ, കാർഗോ വിടുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് വിടാൻ പറ്റുന്നതാണ്. ഇതിന് ഈ അൽഫഫയുടെ താഴെ തന്നെ ഒരു കാർഗോ സെൻറ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്ന് കാർഡ് കിട്ടും നമുക്ക്. അപ്പം 6 റിയാൽ നമ്മൾ ഫ്ലൈറ്റ് ചാർജും അതുപോലെ തന്നെ 13 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജും ആയിട്ടാണ് കാർഗോ വിടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വേണ്ടവർക്ക് താഴെ ഈ അൽഫഫ മാളിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തിരക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ബോക്സ് സ്കെച്ച് പെന്ന് നോക്കി. ചേച്ചിയുടെ മോള് കുഞ്ഞുവാവയാണ്. അപ്പോൾ അവൾ ഇതേപോലെ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്ത് പടം വരപ്പും അതുപോലെ കുത്തിവരപ്പൊക്കെയാണ്, അവർക്കൊരു ക്രൈസാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ വന്നത് ആ ഒരു സ്വീറ്റിൻ്റെ സെക്ഷനിലാണ്. എൻ്റെ ആ ഒരു കണ്ണ് ഈ ഒരു സ്വീറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. നമ്മൾക്ക് നാട്ടിലുള്ള മുട്ട പപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പഴംപൊരി ഉൾപ്പെടെ പൊറോട്ട ഉൾപ്പെടെ ഇവിടെ കിട്ടും. നല്ല ചൂട് പൊറോട്ട, ഫ്രഷ് പൊറോട്ട വരെ കിട്ടും കേട്ടോ. അപ്പം എൻ്റെ കണ്ണുകൾ എപ്പോഴും ഇങ്ങോട്ട് സ്നാക്സിൻ്റെ ഐറ്റംസിനകത്തോട്ടാണ്. എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ചോക്ലേറ്റ്സും അത്യാവശ്യം വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നൈറ്റ് ടൈമിൽ നമുക്ക് ഡ്യൂട്ടി ടൈമിൽ നമുക്ക് ഉറക്കം വരുമല്ലോ. അപ്പോൾ ആ ഉറക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചോക്ലേറ്റ്സ് പൊതുവേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാറില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ചോക്ലേറ്റാണ്. 50 റിയാലാണ് ഈ ഒരു ചോക്ലേറ്റിന്. സംടൈംസ് ഇവിടെ ഓഫറൊക്കെ വരുമ്പം കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ചൂയിങ് സെക്ഷനാണ്. ഞാൻ ഇതിനൊരു ബാറ് തന്നെ എടുത്തു കേട്ടോ.
50 പൈസ റിയാലിന് ഒരു ബാറ് തന്നെ ഞാൻ ഇങ്ങെടുത്തു. കാരണം നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ എന്താണ് മറ്റുള്ളവരായിട്ട് കോൺവെർസേഷനിലൊക്കെ ഇത് ചെയ്യുന്നതല്ലേ. അപ്പം നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനെടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ദുബായ് ചോക്ലേറ്റ് കുനാഫയാണ്. ഇത് വേണ്ടവർക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കണ്ട് തിരിച്ചു പോന്നു, റൂമിലോട്ട് പോയി. എല്ലാ പർച്ചേസിങ്ങുകളൊക്കെ കഴിഞ്ഞു, എല്ലാം വാങ്ങിച്ചു. നമ്മളിനി തിരിച്ച് റൂമിലോട്ട് പോവാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ കഴിക്കേണ്ടുന്ന ഫുഡ് വാങ്ങിച്ചിരുന്നു. അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ള വീഡിയോസ് എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടെ ഇപ്പം ചൂട് ടൈമൊക്കെയാണ് കേട്ടോ. എന്നിരുന്നാൽ പോലും സൂപ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.